Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്? ഈ ഒരു ഫ്ലാറ്റ് റേഞ്ചിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ദ പ്രോബ്ലം ഇസ് നിഫ്റ്റി ഇന്ന് അൺഎക്സ്പെക്റ്റഡ്ലി ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അടിസ്ഥാനത്തിൽ അറൗണ്ട് ഒരു 80 പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ മാർക്കറ്റ് എൻറ്റയർ ഡേ സൈഡ് വേസ് ഇടയ്ക്കൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ സപ്ലൈ സോൺ, അതായത് ഒരു 850 ടു 880 സോണിൽ ഒരു സപ്ലൈ ഉണ്ട്. അവിടെ എഗെയിൻ ആക്ട് ചെയ്തിട്ട് തിരിച്ച് സൈഡ് വേസ് ആയിട്ട് വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി എങ്ങനെ നിഫ്റ്റി ട്രേഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഓൾ വി ക്യാൻ സീ ഇസ്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ആ ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം കിട്ടും. ഏത് ഡയറക്ഷനിലോട്ടാണോ അത് മൊമെൻറ്റം കിട്ടും. ഇമ്മീഡിയറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്തത് എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലെ ഹൈ ആണ്. ആൻഡ് ഈ പറഞ്ഞ സപ്ലൈ സോണിലേക്ക് കയറാൻ നോക്കിയെങ്കിലും അവിടുന്ന് സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് റിജക്ഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇത് സോർട്ട് ഓഫ് എൻ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇപ്പം ഇനി മാർക്കറ്റിൽ എന്താണ് ഇപ്പം ടോട്ടലി ഒരു കൺഫ്യൂഷനാണ്. ഈ ഒരു റേഞ്ചിൽ, അതായത് 500 ടു 850 റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇതൊരു ലാർജർ റേഞ്ചാണ് 300 പോയിന്റ്സിന്റെ. അപ്പം ഈ ഒരു റേഞ്ച് കഴിയുന്നവരെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മൊമെന്റം ഇവിടെ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു വളരെ ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും കുറച്ച് ദിവസം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു 880യുടെ മുകളിലൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ക്ലോസ് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹയർ ലെവൽസ് 20,000ലേക്ക് ഒക്കെ മാർക്കറ്റ് പോകാമെന്നും, അല്ലെങ്കിൽ തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവൽ 500 ബ്രീച്ച് ചെയ്ത് താഴെ എത്തി ഈ ഒരു പ്രൈസ് ആക്ഷൻ താഴോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും നെഗറ്റീവ് ആയിട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ചെയ്യണം. ബാങ്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലും ഇതൊരു വളരെ ടൈനി റേഞ്ചാണ്. ഇതൊരു 400 പോയിന്റ്സിന്റെ റേഞ്ചാണ്. ഇതൊരു കംപ്രഷൻ സോണാണ് ഈ കറന്റ് നടക്കുന്നത്. ഈ ഒരു കംപ്രഷൻ ജനറലി ഇത്രയും ടൈറ്റ് റേഞ്ച് നടക്കുമ്പം ഏതെങ്കിലും ഒരു ദിവസം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ഡേ നമുക്ക് ഇതർ അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ. ഇൻ കേസ് അപ്പ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 44,062 റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ താഴോട്ടാണെങ്കിൽ വി ക്യാൻ സി എ ഡീപ്പർ കറക്ഷൻ. സോ മാർക്കറ്റിനകത്ത് ഈ പറയുന്ന ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടാവുന്ന കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രെൻഡ് ഫോം ആവുന്നില്ല. പൂർണ്ണമായും ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ നമുക്ക് ഇതിന്റെ 5 മിനിറ്റ് ക്യാൻഡിൽ എടുക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ റേഞ്ച്. ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നാളത്തെ ദിവസം നമുക്ക് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആയതിനു ശേഷം 43,800 കൺവിൻസിംഗ്ലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 പോയിന്റ്സിന്റെ ഒരു സ്പൈക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് എന്താ 44,000 വരെ ഈ ഒരു ഇവൻച്വൽ ടാർഗറ്റ് ഒരു റൗണ്ട് നമ്പർ ആണ്. മാത്രമല്ല ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ റേഞ്ച് കൂടാണ്. അപ്പോൾ ഒരു 44,100 ആണ് മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പ് സൈഡിലേക്ക്. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു 300 ടു 400 സോൺ. സോ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഈ ഒരു റേഞ്ചിനകത്ത് നിന്നിട്ട് മാർക്കറ്റ് ഏത് സൈഡിലോട്ട് ബ്രേക്ക് ആകും. അതുവരെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സൈഡ് വേസ്. അല്ലെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു സ്വിങ്ങിന്റെ താഴെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ലാർജർ ടാർഗറ്റ് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പൂർണ്ണമായും ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡയറക്ഷണൽ സെൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല. അവർലി ക്യാൻഡിൽ എടുത്താലും യു ക്യാൻ സി ദ സെയിം തിങ്. ഈ ഒരു ടൈറ്റ് റേഞ്ചിൽ അവർലി ക്യാൻഡിൽ കൺസോൾഡേറ്റ് ചെയ്യണം. സോ നമുക്ക് ലാസ്റ്റ് FID ഡേറ്റ് നോക്കാം. ദിസ് ഇസ് സം റെസ്പൈറ്റ്. കുറച്ച് ഈ ഒരു നെഗറ്റീവ് ഡേറ്റിന് ശേഷം സം എമൗണ്ട് ഓഫ് കോൾ എഡിഷൻസ് ഇന്നുണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഇന്നലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു അല്പം പോസിറ്റീവ് ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആൻഡ് ഈവൻ ഈ ഒരു ഡേറ്റയും ഇൻട്രാഡേ ഡേറ്റയും സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ്. ആൻഡ് സ്റ്റോക്കിൽ ഒബ്വിയസ്ലി സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഫ്യൂച്ചേഴ്സിലും ചെറിയൊരു ഫിഗർ പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. സോ ഓവറോൾ മാർക്കറ്റ് ലുക്സ് വെരി മച്ച് ഡയറക്ഷൻലെസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു റേഞ്ച് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് ആവും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്നത് വരെ നമുക്കൊരു ഡയറക്ഷണൽ സെൻസ്
ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ദ ബെസ്റ്റ് ട്രേഡ് വുഡ് ബി ഡു എ സ്ട്രാങ്കിൾ ആൻഡ് വെയിറ്റ് ഫോർ വൺ സൈഡ് ടു ബ്രേക്ക്, എന്നിട്ട് നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. So yeah, that's all for today. Keep your capital safe, trade safe. Thank you.